കുട്ടികൾ എവിടെ പോയിരിക്കുന്നു? സ്കൂൾ വിട്ടാൽ വേഗം വന്നൂടെ? ഈ മഴയത്ത് ഇങ്ങനെ നടന്നോളൂ. ഇന്ന് വരട്ടെ, കൊടുക്കുന്നുണ്ട്. നീ കൊടയിൽ നിന്നോട്ടോ, മഴ നനയണ്ട, പനി പിടിക്കട്ടാ. പനി പിടിച്ചാലേ 2 ദിവസം സ്കൂളിലേക്ക് പോണ്ട. അപ്പൊ എനിക്ക് മാത്സ് ക്ലാസ്സിൽ നിന്ന് രക്ഷപ്പെടാം. നിന്റെ ഐഡിയ ഇനി ഞാൻ ഒന്നിരിക്കില്ല. എന്താ പാറുതി, കൊടക്ക് ഇങ്ങനെ ആക്കിട്ടാണ് വരുന്നത്? അമ്മ ഞാൻ ആക്കിയതല്ലേ, കാറ്റ് തായതാ. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. നീതുന്റെ അമ്മന്നല്ലേ പറഞ്ഞ നീതുനോടൊന്നും മിണ്ടണ്ടെന്ന്. പിന്നെന്തിനാ അവരുടെ കൂടെ നടക്കണത്? ഞാൻ ഇനി ആരോടും മിണ്ടില്ലേ. എന്നെ എല്ലാവരും കുറ്റക്കാരിയാക്കില്ലേ. ഞാനാണ് ടീച്ചറെ വീട്ടിട്ടെന്ന് പറഞ്ഞില്ലേ? ഓ അതാണോ? അത് സാരമില്ല. ഇനി അങ്ങനെ ചെയ്യാണ്ടിരുന്നാ മതി കേട്ടോ. നന്നായിട്ട് പഠിച്ചാ മതി എന്റെ മോള്. ശരി ശരി, വേഗം കയറ്. നല്ല ഇടിമിന്നലുണ്ട്. വേഗം കയറ്, അകത്തേക്ക് കയറ്. ഞാൻ ലെക്ചർ നോക്കിയിട്ട് വരാം. Thank you God for the words so sweet. Thank you God for the food we eat. പാറു, വാർത്ത വെക്കോ? ഇല്ല, ഞാൻ മാഷ കാണാണ്. ഞാൻ മാറ്റില്ല. പാറു, വാർത്ത വെക്ക്. ഇതെന്താ ഇന്ന് എനിക്ക് വാർത്ത വെക്കണമെന്ന്? പറ്റില്ല, ഞാൻ മാഷ കാണാ. പാറു, നല്ല മഴയല്ലേ? നാളെങ്ങാനും സ്കൂൾ അവധിയാണെങ്കിലോ? ഒന്ന് വെക്ക് പാറു. അതുകൊണ്ട് ഞാൻ വെച്ചേരാ. ഇതാടാ റിമോട്ട്. തായോ, വാർത്ത വെച്ച് നോക്കാൻ അറിയാലോ. വാർത്ത ചാനൽ ഏതിലാ? നീ ചാനൽ ഇങ്ങനെ മാറ്റി വെക്ക, അപ്പ കാണാം. നമസ്കാരം, പ്രധാന വാർത്തകൾ. ആഹാ, നല്ല കുട്ടികളായിട്ടുണ്ടല്ലോ. സ്കൂൾ വിട്ട് വന്നാലേ കുറച്ചു നേരം വാർത്തകളൊക്കെ കാണട്ടാ. ആ വല്യമ്മേ, അറിവ് നേടാമെന്നും. സംസ്ഥാനത്ത് കനത്ത മഴ പെയ്യുന്നതിന് നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. 1 2 2 2 2 4 3 2 6 4 4 4 8. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, വിങ്ങും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തു വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോയി അണ്ണൻ വന്നാൽ കുമ്പിട്ടു നില്ല്. ഇരുട്ടിൽ ചുറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല്. ഇവനെ തൊടുവാനായി എന്നും ജനത്തിരക്ക്. കാലം നടുക്ക് വച്ച സ്വർഗം പോലും മുന്നത്തോട. ഇല്ലുമിനാറ്റി 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 ഇല്ലുമിനാറ്റി. എന്താ ഇവിടെ ടിവി കാണാൻ ഇരുന്നോരിപ്പോ എന്താ ഇവിടെ ഇരുന്നിട്ട് അവളെ ശല്യം ചെയ്യാ? അത് പഠിക്കില്ലേ? കുറെ നേരമായി അമ്മേ, എനിക്ക് പഠിക്കാൻ സമ്മതിക്കണില്ല. പാട്ടും പോകാൻ പാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ പഠിക്കണ്ട ലജ്ജയിനി. എന്താ എന്താ പറഞ്ഞേ? നിങ്ങളോ പഠിക്കണില്ല? പഠിക്കണ കൊച്ചിനെ വരെ ഇല്ലാണ്ടാക്കാണോ? അയ്യോ അമ്മേ, അതല്ല പറഞ്ഞേ. നാളെ സ്കൂളില്ല. മഴ കാരണം എല്ലാ സ്കൂളുകൾക്കും അവധി. അതാ ഞങ്ങള് പാട്ട് പാടി ആഘോഷിച്ചത്. നാളെ സ്കൂളില്ലേ? ഇല്ലടി, നാളെ മഴ കാരണം അവധിയാണെന്ന് ഇപ്പൊ വാർത്തയിൽ പറഞ്ഞോളേ. അത് ശരി, അതാണ് പതിവില്ലാതെ രണ്ടാളി ഇരുന്നിട്ട് ഇങ്ങനെ ടിവിയിൽ വാർത്ത കണ്ടിരുന്നത് അല്ലേ? ഞാനും എന്താണാവോന്ന് വിചാരിച്ചു. സ്കൂളില്ലാന്ന് കരുതിട്ടേ പഠിക്കാണ്ടിരിക്കുന്നു വേണ്ട. ബുക്ക് എടുത്ത് പഠിച്ചുവിടാൻ വേഗം. ഇതെന്താ ഈ കിടക്കണേന്ന്? എന്റെ അല്ല, ലച്ചുന്റെ. അമ്മ
കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ അറിയാൻ പറഞ്ഞിട്ടുണ്ട്. പഠിക്കണ്ടായിട്ടാണ് പഠിക്കാതിരിക്കണം. മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്ക്. ചെല്ലേ, വേഗം പോയി ബുക്ക് എടുത്ത് വാ. ട്യൂഷന് ഞാൻ കൊണ്ടാക്കട്ടെ. പറഞ്ഞില്ലേ വേണ്ട? വേണ്ട, ഞാൻ ബുക്ക് എടുത്ത് പഠിച്ചോണ്ട്. ചെല്ലേ, പോയി ബുക്ക് എടുത്ത് വാ. നിനക്ക് അവിടെ റൂമിൽ എങ്ങാനും പോയിരുന്ന് പഠിച്ചൂടെ? നീ എന്താ വെള്ളം വെക്കിട്ട് കയറുന്നത്? നിന്നോട് പോയി പുസ്തകം എടുത്ത് വരാനാ പറഞ്ഞത്. ആ പോവന്നെ. വേണ്ട വേണ്ട, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. വൃത്തിയാക്കി വൃത്തിയാക്കി മനുഷ്യന്റെ നാട്ടു ഒടിഞ്ഞു. ആയി പെയ്യുന്നേരത്ത്. മിനി, മിനി ആരാ വന്നിരിക്കുന്നു ഒന്ന് നോക്കിയേ. മിനി, നീ ആരാ വന്നെന്ന് നോക്കിയോ? ചേച്ചി, അതാ നിശീന വന്നിരിക്കുന്നത്. എന്തിനാണാവോ? ഓ, ഇനി എന്തിനാണാവോ വന്നിരിക്കുന്നത്? കുട്ടികളുണ്ട് കൂടെ. നീ ഒന്ന് പോയി നോക്ക് മിനി. എനിക്ക് വയ്യ, ചേച്ചി പോയി നോക്ക്. ഓ, ഇനി അത് എന്തിനാണാവോ വന്നിരിക്കുന്നത്? ഈ പിള്ളേർ എന്തൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിക്കണെന്ന് അറിയില്ല. അല്ല, ഇത് ആരൊക്കെ വന്നിരിക്കുന്നത്? വരൂ വരൂ, കേറി വാ. എന്ത് പറ്റി നീതു? എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇപ്പോഴെങ്കിലും അത് ചോദിച്ചല്ലോ ചേച്ചി. ഇന്ന് എന്താ സ്കൂളിൽ ഉണ്ടായെന്നൊന്ന് ചോദിച്ചു നോക്കൂ. എന്ത് പറ്റി നീതു മോളെ? എന്തിനാ കരയുന്നത്? എന്താ സ്കൂളിൽ ഉണ്ടായത്? പാറു ഇന്ന് എന്നെ തള്ളിയിട്ടു. ഇവിടെ ഞാൻ ഇന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കണ്ടെന്ന് വെച്ചിരുന്നതായിരുന്നു. മോള് വന്നപ്പോ തുടങ്ങി കരച്ചിലായിരുന്നു. അതാ വന്ന് ചോദിക്കാന്ന് വെച്ചത്. എന്താ ഉണ്ടായ ചോദിച്ചപ്പോ കാര്യമൊന്നും പറയുന്നില്ല. പാറു, പാറു, ഇവിടെ വാ. അവിടെ നിൽക്കടി. എന്താ ഇന്ന് സ്കൂളിൽ ഉണ്ടായത്? എന്തിനാ നീ ഇത് പറയുന്നത്? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. കള്ളം പറയണ്ട നീ. ഇന്ന് നീ നീതുവിനെ തള്ളിയിട്ടോ? ഞാനതിന് നീതുവിന്റെ കൂടെ അല്ല വന്നത്. ഞാനും മണിക്കുട്ടനും കൂടി ഒറ്റയ്ക്കാ വന്നത്. പാറു കള്ളം പറയാ. എന്നെ തള്ളിയിട്ടിട്ടാ പാറു മണിക്കുട്ടനും കൂടെ പോയത്. ഞാൻ നിന്നെ തള്ളിയിട്ടെന്നോ? ദേ, വെറുതെ നുണ പറയണ്ടാട്ടാ. ഞാനും മണിക്കുട്ടനും കൂടെ ഒറ്റയ്ക്കാ പോയത്. നിങ്ങളെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പാർമോളെ, വെറുതെ നുണ പറയാൻ നിൽക്കണ്ടേട്ടാ. സത്യം എന്താണെന്ന് വെച്ചാ പറ. വേണമെങ്കിൽ ലച്ചുവിനോട് ചോദിച്ചു നോക്ക്. ലച്ചു ഉണ്ടായിരുന്നു ഒപ്പം. ലച്ചു, ലച്ചു, ലച്ചു മോളെ. ഹായ് നീതു. നീതു എന്തിനാ കരയുന്നേ? ലച്ചു, ലച്ചു, ഇന്ന് പാറു എന്നെ തള്ളിയിട്ടില്ലേ? ലച്ചു, പറഞ്ഞ നിന്നെ ഞാൻ ശരിയാക്കി തരും. ഇല്ലെന്ന് പറഞ്ഞോ? അതമ്മേ, ഇന്ന് സ്കൂള് വിട്ട് വരുമ്പോ പാറുവിനെ മണിക്കുട്ടനും ഞങ്ങള് കാത്തുന്നു. അവര് വന്നപ്പോ ഞങ്ങളെ കാക്കണ്ട, എന്നോട് മിണ്ടണ്ടാന്ന് പാറു പറഞ്ഞു. അപ്പൊ നീതു പോയിട്ട് പാറുവിനെ വിളിച്ചു. സോറി പറഞ്ഞു. എന്നോട് മിണ്ട പറഞ്ഞു. തെറ്റല്ലേന്ന് പറഞ്ഞു. അതിന് പാറു എന്നോട് മിണ്ടണ്ട, എന്നോട് ആരും മിണ്ടണ്ട, കൂട്ടുകൂടണ്ട പറഞ്ഞിട്ട് നീതുവിന്റെ കൈ തട്ടിയിട്ടിട്ട് നീതുവിനെ തള്ളിയിട്ടു. എന്താ പറയുന്നത്? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ വികൃതി കാട്ടല്ലേന്ന്? ഞാൻ പറഞ്ഞതാ എന്നോട് മിണ്ടണ്ട, കൂട്ടുകൂടണ്ടെന്ന്. പിന്നെ എന്റെ പിന്നാലെ എന്തിനാ വരാൻ നിന്നത്? എന്ന് കരുതിയിട്ട് എന്റെ മോളെ കണ്ട് തള്ളിയിടുകയാണോ? എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? ഇനി ഇങ്ങനെ ചെയ്യരുത് ട്ടോ പാറു. ഇല്ല. ആന്റിയോട് നീതുവിനോട് സോറി പറ. സോറി ആന്റി. സോറി നീതു. ഇവിടെ വന്ന് പറ. സോറി ആന്റി. നീ അങ്ങനെ ചെയ്യരുത് ട്ടാ. സോറി നീതു. നീ അറിഞ്ഞോ? നാളെ സ്കൂളില്ല, അവധിയാ. ആടി നീതു, മഴ കാരണം നാളെ അവധിയാണ്. നമുക്ക് പഠിക്കണ്ട. ആ പാറു, മാത്സ് എന്തോരം പഠിക്കാൻ വന്നിരിക്കുന്നത്. ഞാനും ഭാഗ്യം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഭാഗ്യം, മഴ കാരണം സ്കൂളില്ല അല്ലേ? ആ, നീ വാ, നമുക്ക് കളിക്കാം. ആ, ഞാൻ വരുന്നു. മോളെ, നമുക്ക് പോണ്ടേ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അമ്മ പൊക്കോ. കണ്ടോ, അവര് തമ്മിലുള്ള വഴക്ക് അത്രേ ഉള്ളൂ. അതിന് വെറുതെ നമ്മൾ ചുക്കാൻ പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ചേച്ചി പറഞ്ഞ ശരിയാ. ഞാൻ ഇതിന്റെ പുറകെ വെറുതെ വന്നു. അത് സാരില്ല, നീ ഇരിക്ക്. ചായ എടുത്തിട്ട് വരാം ഞാൻ. ഏയ് ഇല്ല ചേച്ചി, പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ആ ശരി, ആയിക്കോട്ടെ. മോളെ നീതു, വേഗം വരണട്ടോ. ആ അമ്മ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. Bingung surianya jatuh
അമ്മ കുമ്പിട്ടു നില്ല് ഇരുട്ടിൽ തെറ്റി വളർന്ന രാജാവ് ഇവനെ തൊഴിലാളിയായി ജനത്തിന് കാലം കാലം